നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വേൾഡ് കപ്പിലെ ലൈറ്റ് ഡ്രാമകൾ തുടരുകയാണ്. അവസാന ഘട്ടത്തിൽ മത്സരം സമനില അല്ലെങ്കിൽ മത്സരം വിജയിക്കുക, ടെസ്റ്റൊക്കെ സംഭവിക്കുന്നു. വീണ്ടും അത് നടന്നിരിക്കുന്നു. കട്ടക്ക് കട്ട പോരാട്ടം നടന്നൊരു മത്സരം, ഐവറി കോസ്റ്റും ഇക്വഡോറും തമ്മിലുള്ള കളി. ആ കളിയിൽ അവസാന ഘട്ടത്തിൽ ഇതാ ഐവറി കോസ്റ്റ് ഇക്വഡോറിനെ പരാജയപ്പെടുത്തുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന ഡിയാലോയാണ് ഐവറി കോസ്റ്റിൻ്റെ വിജയ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. മത്സരം ഒരു തീപാറുന്ന പോരാട്ടമാകുമെന്ന് നേരത്തെ തന്നെ ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറഞ്ഞതാണ്. കളിക്കളത്തിൽ അതുപോലെ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം നമ്മൾ കണ്ടു. പക്ഷെ പന്തുവലയിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. കളിയിൽ ഐവറി കോസ്റ്റിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടൂഴയും വാഹിയും ആദ്യ ലെവലിലുണ്ടായിരുന്നു. മറുഭാഗത്ത് വലൻസിയ, യബോയ, പ്ലാറ്റ തുടങ്ങിയവരൊക്കെ ചേർന്നുകൊണ്ട് ഇക്വഡോറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കൈസേഡോ, സൂപ്പർ താരം കൈസേഡോ, ഒപ്പം ഫ്രാങ്കോ, മിൻഡ തുടങ്ങിയവരൊക്കെ മധ്യനിരയിലുണ്ടായിരുന്നു. ഡിഫൻഡറായിട്ട് പാച്ചോ. അങ്ങനെ ശക്തമായ ടീമിനെ തന്നെ ഇക്വഡോറും കളിക്കളത്തിലേക്ക് ഇറക്കി. മത്സരത്തിൽ ഗോളുകൾ വീഴാതെ ആദ്യ പകുതി അവസാനിക്കുന്നു. രണ്ടാം പകുതിയിലും ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ, രണ്ട് ടീമിനും അവസരങ്ങൾ തുറന്നെടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഐവറി കോസ്റ്റ് തന്നെയാണ് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയത്. ഒടുവിൽ അതിൻ്റെ ഫലം അവർ നേടിയെടുക്കുകയും ചെയ്തു. അവസാന ഘട്ടത്തിൽ അവർക്ക് വേണ്ടി അമാദ് ഡിയാലോ ഗോളടിക്കുന്നു. അങ്ങനെ ഐവറി കോസ്റ്റ് വിജയിച്ചു ചേർന്ന്. ഈ ഗ്രൂപ്പിൽ എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. പ്രധാനമായിട്ടും ജർമ്മനി 7 ഗോളിൻ്റെ വിജയത്തോടു കൂടി ഏതാണ്ട് മുന്നോട്ട് പോക്ക് ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഐവറി കോസ്റ്റും ഇക്വഡോറും ജർമ്മനിയോടുള്ള മത്സരങ്ങൾ എങ്ങനെ കളിക്കും, അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. കുറസാവോയെ ഈ രണ്ട് ടീമും എടുത്തിട്ട് അലക്കും എന്ന് തന്നെ വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.